സ്വീറ്റ് ഹോം സീസൺ 3യിലെ 5ാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത്. ആദ്യം തന്നെ എല്ലാവരോടും ഒരു സോറി പറയുന്നു. വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആയി. ഇനി എന്തായാലും കണ്ടിന്യൂസ് ആയി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തു പോകുന്നതാണ്. വെൽക്കം ടു ദ മൂവി ടൈം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് മരണപ്പെട്ടുപോയ നമ്മുടെ ഈക്യോങ്ങിനെയും നോക്കിക്കൊണ്ട് പൊട്ടിക്കരയുന്ന നമ്മുടെ റെഡിനെയാണ്. സാങ് ആണെങ്കിലോ നന്നായി തന്നെ വയലന്റ് ആകുന്നുണ്ട്. ഉടനെ തന്നെ പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെട്ടു. പിന്നീട് അതിന്റെ ദേഷ്യത്തിൽ അവളെയും വലിച്ചുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ് നമ്മുടെ സാങ്. ഇതേ സമയം മറ്റൊരിടത്ത് നമ്മുടെ ചായുൻ ജെയ്ജിനെയും വലിച്ചുകൊണ്ട് സ്റ്റേഡിയത്തിലേക്ക് പോകുന്നത് തുടരുന്നു. അവനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടീമും. അപ്പോഴാണ് നമ്മുടെ ഹാനി പെട്ടെന്ന് അങ്ങ് ഓടിപ്പോയി റോഡിൽ ചെവി വെച്ച് കിടക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു വാഹനം ആ വഴി പാസ് ചെയ്യുന്നുണ്ട്. അതോടെ അവരൊന്ന് ഹാപ്പിയായി. എന്നാൽ ആ വാഹനം അവരെ കണ്ടമട്ടില്ലാതെ അവിടെ നിന്നും പോവുകയാണ്. എന്നാൽ ഇതൊന്നുമല്ല നമ്മുടെ ഹീറോയിനെ ഞെട്ടിപ്പിച്ചത്. അതിനുള്ളിലുണ്ടായിരുന്നത് അവളുടെ ബ്രദർ ആയിരുന്നു. അതേ നമ്മുടെ യുൻഹ്യോക്ക് തന്നെ. നമ്മുടെ കിമ്മിന്റെ വാഹനമാണ് ഇപ്പോൾ ആ വഴി പോയത്. ഇത് കണ്ട് അവളാകെ ഞെട്ടിപ്പോയി. അവരാണെങ്കിലോ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചായുൻ ജെയ്ജിനെയും ചിറകിലേറ്റിക്കൊണ്ട് ഫ്രണ്ടിൽ നിൽക്കുന്നത്. എന്നാൽ കിം നമ്മുടെ ജെയ്ജിനെ കണ്ടതും നല്ല ദേഷ്യത്തിൽ അവരെ പോയി ഇടിക്കുന്നു. പിന്നീട് വാഹനത്തിൽ നിന്നും ഇറങ്ങിയ നമ്മുടെ കിം ജെയ്ജിന്റെ അടുത്ത് പോയി തന്റെ പക തീർക്കുന്നു. തന്റെ സൈനികർ കൊല്ലപ്പെട്ടതിന് അവനും ഒരു കാരണമല്ലേ. തന്റെ വീണുപോയ ഓരോ സൈനികരുടെയും പേരും പറഞ്ഞ് അവനെ ഷൂട്ട് ചെയ്ത് പക തീർക്കുകയാണ് നമ്മുടെ കിം. ഇതിനിടയിൽ നമ്മുടെ യുൻഹ്യോക്കും വാഹനത്തിൽ നിന്നും ഇറങ്ങുന്നുണ്ട്. അവൻ നേരെ പോകുന്നതാണെങ്കിലോ ബസ്സിനകത്തേക്ക് തെറിച്ചു പോയ നമ്മുടെ ചായുന്റെ അടുത്തേക്കും. ഇവനെ കണ്ടതും നമ്മുടെ ചായുൻ അങ്ങ് ഞെട്ടിപ്പോയി. എന്നാൽ പിന്നെ എന്താണെന്ന് അറിയില്ല. ഈഗോ കാരണം രണ്ടുപേരും ഫൈറ്റായി. ഇതിനിടയിൽ ഹീറോയിൻ അങ്ങോട്ട് വരികയും അവരോടൊന്ന് അത് നിർത്താൻ വേണ്ടി പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവരത് കേൾക്കണ്ടേ. യുൻഹ്യോക്കിനെ കണ്ടതും അവളുടെ കണ്ണ് നിറഞ്ഞു പോയി. എന്നാൽ അവരുടെ ഫൈറ്റ് വീണ്ടും തുടരുകയും യുൻഹ്യോക്കിനെ അവൻ മുഖത്തേക്ക് ഇടിക്കുന്നതുമാണ് അവൾ കണ്ടത്. ഇടിയുടെ ആഘാതത്തിൽ ഇപ്പോൾ ഈ പരിവമായിട്ടുണ്ട്. ഇത് കണ്ട അവൾ ഒരുപാട് കരഞ്ഞു നിലവിളിക്കുകയും അവരോടത് ഇവിടെ വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പിന്നെയും പഴയ പോലെ തന്നെ മറ്റൊരിടത്ത് നമ്മുടെ കിമ്മും. അപ്പോഴാണ് കലിമൂത്ത നമ്മുടെ ജെയ്ജിൻ അവന്റെ മുറിഞ്ഞ കൈകളിലെ ഒരു ലിക്വിഡ് ഫോമിലുള്ള എന്തോന്ന് നമ്മുടെ കിമ്മിന് നേരെ പ്രയോഗിക്കുന്നത്. അതൊരു പൊള്ളുന്ന ലിക്വിഡാണ്. എന്നാൽ കൃത്യസമയത്ത് ചാൻ വന്നതുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടു. അതെങ്ങാനും ശരീരത്തിൽ വീണാൽ നമ്മുടെ കിമ്മിന്റെ കഥ കഴിഞ്ഞു. അത് വീണ സ്ഥലത്തെ അവസ്ഥ ഇതായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ജെയ്ജിൻ ചായിനോടുള്ള ദേഷ്യത്തിൽ ആ ബസ്സിന് മുകളിലേക്ക് പോവുകയും നേരത്തെ നമ്മൾ കണ്ട പവർ അവിടെ പ്രയോഗിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇത് മുമ്പേ കണ്ടതിൽ നിന്നും വ്യത്യസ്തമാണ്. ഈ ലിക്വിഡ് ബസ് മുഴുവൻ അങ്ങ് കവർ ചെയ്തു. ഒടുവിൽ അവരിപ്പോൾ അവിടെ ലോക്കായ അവസ്ഥയാണ്. ഇനി തമ്മിലടിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ അവർ രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടുമോ എന്ന് നോക്കി നിൽക്കുകയാണ്. ഈ ലിക്വിഡ് ബസ്സിനുള്ളിലേക്ക് വീഴുമ്പോൾ യുൻഹ്യോക്കിനെ ചിറകുകൊണ്ട് സംരക്ഷിക്കാൻ വേണ്ടി നോക്കുകയാണ് നമ്മുടെ ചായുൻ. അതെ, ഇപ്പോൾ അവർ നല്ല സുഹൃത്തുക്കളായി മാറി. അപ്പോഴാണ് അവരൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഈ ലിക്വിഡ് ബസ് മുഴുവൻ കവറായിട്ടില്ല. മുകളിലായി ഒരു ഗ്യാപ്പ് ഉണ്ടാകുന്നുണ്ട്. അതുവഴി നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം. പക്ഷേ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. ഒടുവിൽ അവരൊരു പ്ലാൻ ചെയ്യുന്നു. ഈ സമയത്ത് അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാകാതെ പുറത്തുനിന്ന് നിലവിളിക്കുകയാണ് നമ്മുടെ ഹീറോയിൻ. അപ്പോഴാണ് കിം അങ്ങോട്ടേക്ക് വന്ന് അവളുടെ മുഖത്തിടൊന്നു കൊടുത്ത് അവിടെ നിന്നും അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി നോക്കുന്നത്. എന്നാൽ ഇതൊന്നും കാര്യമാക്കാതെ അവൾ വീണ്ടും അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നു. അതോടെ നമ്മുടെ കിം അവളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിപ്പോൾ നിന്റെ സഹോദരനല്ല, അവനൊരു മനുഷ്യനല്ല. അവന്റെ അടുത്തേക്ക് പോകുന്നത് നിനക്കിപ്പോൾ ആപത്താണ്. എന്നാൽ ഇതെല്ലാം കേട്ട് വലിയ റിയാക്ഷൻ ഒന്നും അവളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും ഹീറോയിനെയും പിക്ക് ചെയ്ത് അവരവിടെ നിന്നും പോവുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ചായുൻ പ്ലാൻ ചെയ്തതുപോലെ തന്നെ ആദ്യം ചിറകുപയോഗിച്ച് യുൻഹ്യോക്കിനെ രക്ഷപ്പെടുത്തുന്നു. എന്നാൽ അവൻ ഇപ്പോഴും അവിടെ ലോക്കാണ്. പിന്നീട് ഈ ലിക്വിഡ് ബസ്സിനകത്തേക്ക് ഒരുപാട് വീഴുന്നതിനാൽ അവന്റെ ചിറകിനും അതൊരു ഭീഷണിയായിരുന്നു. ഇതിനിടയിൽ നമ്മുടെ കിമ്മും കൂട്ടരും പോകുന്നതിനിടെയാണ് വാഹനം അങ്ങ് പെട്ടെന്ന് കേടാകുന്നത്. അത് നേരത്തെ ഇവർ ചെയ്ത പണിയാണ്. അതോടെ തക്കം പാർത്തു നിന്ന നമ്മുടെ ഹീറോയിൻ പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. നേരെ പോകുന്നത് അവളുടെ ബ്രദറിന്റെ അടുത്തേക്കാണ്. അവനോട് കാര്യങ്ങൾ പറഞ്ഞ് വിശദീകരിക്കാൻ വേണ്ടി അവൾ ശ്രമിക്കുന്നു. എന്നാൽ നേരത്തെ കിം പറഞ്ഞതുപോലെ തന്നെയായിരുന്നു അവന്റെ റിയാക്ഷൻ. എന്തൊക്കെ പറഞ്ഞിട്ടും അവൻക്കൊരു മാറ്റവുമില്ല. ഒരേ നിൽപ്പാണ്. പഴയ ഫ്ലാഷ് ബാക്ക് എല്ലാം ഓർത്ത് അവൾ ഒരുപാട് കരഞ്ഞു. ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നതിനിടെ നമ്മുടെ റെഡിനെ കാണിക്കുന്നു. അവളെ ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇതിനിടയിൽ നമ്മുടെ ജീന അങ്ങോട്ട് വന്ന് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ തന്നെ അറിയിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. എന്നാൽ അവൾ ആകെ പറഞ്ഞത് തന്നെ ഇവിടെ നിന്നും വിട്ടയക്കാനാണ്. ബട്ട് അതെങ്ങനെ ചെയ്യാനാണ്? ഇതിനിടയിൽ നമ്മുടെ ലിമ്മിന്റെ ലബോറട്ടറിയിലേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ സാങ്വോൺ. പുള്ളിക്കാരന് എങ്ങനെയെങ്കിലും ഈ ശരീരം മാറണ്ടേ. അതിന് സഹായവും ചോദിച്ചാണ് വീണ്ടും വന്നിരിക്കുന്നത്. എന്നാൽ വീക്കായാൽ മാത്രമേ ഈ ബോഡിയിൽ നിന്നും നമ്മുടെ റെഡിന്റെ ബോഡിയിലേക്ക്
സാങ്ങിന് മാറാൻ വേണ്ടി കഴിയുകയുള്ളൂ. ഈ കാര്യം ലിം വെളിപ്പെടുത്തുന്നു. പിന്നീട് അവർ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു. അതെന്താണെന്ന് നമുക്ക് വരുമ്പോൾ അറിയാം. പിന്നീട് ഒരു ബോൺഫയർ ഉണ്ടാക്കാൻ വേണ്ടി ഉത്തരവിടുകയാണ് നമ്മുടെ സാങ്. ഇതിനിടയിൽ സ്റ്റേഡിയത്തിലെ ഒരാൾ ഇൻഫെക്റ്റഡ് ആയി ആളുകളെല്ലാം പേടിക്കുന്നുണ്ട്. എന്നാൽ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇപ്പോൾ ഇൻഫെക്റ്റഡ് ആയവർക്കും മനുഷ്യർക്കും തുല്യ പരിഗണനയല്ലേ? ഇതേ സമയത്ത് നമ്മുടെ സ്റ്റേഡിയത്തിന് പുറത്താണെങ്കിലോ നമ്മുടെ ടീം അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ചാനും ഹാനിയും പിന്നെ കിമ്മും. അവർ ജെയ്ജിനെ ഫോളോ ചെയ്താണ് ഇവിടെ എത്തിയത്. അവനാണെങ്കിലോ സ്റ്റേഡിയത്തിനകത്തേക്ക് പോവുകയും ചെയ്തു. ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ് നമ്മുടെ ചാൻ. സ്റ്റേഡിയത്തിനകത്ത് എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ കുറച്ച് വെയിറ്റ് ചെയ്ത് സ്റ്റേഡിയത്തിനകത്തേക്ക് പോകാമെന്ന് കിം അഭിപ്രായപ്പെടുന്നു. സ്റ്റേഡിയത്തിനകത്താണെങ്കിലോ ജെയ്ജിൻ സംഭവിച്ച കാര്യങ്ങളെല്ലാം പറയുന്നു. ചായുനാണ് ഇതിന് പിന്നിലെന്നും അവൻ വെളിപ്പെടുത്തി. അവൻ ഒരുപാട് പവർഫുൾ ആണ്. എന്നാൽ അവനെ കീഴ്പ്പെടുത്താൻ വേണ്ടി തനിക്ക് സാധിച്ചു. പിന്നീട് സാങ്ങിന്റെ ചോദ്യത്തിന് മുൻപിൽ അവൻ ആകെ പതറി നിൽക്കുകയാണ്. അതെ, ചായോൻ അവസാന ശ്വാസം വലിക്കുന്നത് അവൻ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ എങ്ങനെ മരണപ്പെട്ടു എന്ന് അവൻക്ക് ഉറപ്പിക്കാൻ കഴിയും? ഇതോടെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് നമ്മുടെ എല്ലാം സംഭവിക്കുന്നതിനിടെ മറ്റൊരിടത്ത് നമ്മുടെ ഹീറോയിനെയും യുൻഹ്യോക്കിനെയുമാണ് കാണിക്കുന്നത്. തന്റെ ബ്രദറെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞെങ്കിലും അവൾ ഇപ്പോൾ സാഡാണ്. ചായൂനാണെങ്കിലോ ആ ബസ്സിനുള്ളിലും കുടുങ്ങിക്കിടക്കുന്നു. പതിയെ അവൻ പറഞ്ഞു തുടങ്ങി, ഞാനൊരു നിയോ ഹ്യൂമൺ ആണ്. അവൻക്കെല്ലാം ഓർമ്മയുണ്ട്, പക്ഷേ വികാരങ്ങളില്ല. തന്റെ സിസ്റ്റർ ആണ് ഹീറോയിൻ എങ്കിലും അവൻക്കത് എങ്ങനെ പ്രകടിപ്പിക്കണം എന്നറിയില്ല. ഇതെല്ലാം കേട്ട് എന്താണ് പറയേണ്ടതെന്നറിയാതെ ആകെ സ്റ്റെക്കായി നിൽക്കുകയാണ് നമ്മുടെ ഹീറോയിൻ. അത് മാത്രമല്ല, നീ വെറും ഒരു വേസ്റ്റ് ആണ്. എന്നാൽ ചായൂൻ അങ്ങനെയല്ല, അവൻ ഒരുപാട് പവർഫുൾ ആണ്. അതോടെ തകർന്നുപോയ നമ്മുടെ ഹീറോയിൻ അവന്റെ ഗ്ലാസ് എറിഞ്ഞുകൊടുത്ത് ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ ആകെ പതറി നിൽക്കുന്നു. മറ്റൊരിടത്ത് നമ്മുടെ സാങ് പോയ ഉടനെ തന്നെ മറ്റൊരാൾ ലിമ്മിനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. ആരാ? നമ്മുടെ സർജന്റ് തന്നെ. പുള്ളിക്കാരന് ഒരുപാട് പവർഫുൾ ആയി മാറി ഈ ജനങ്ങളെ എല്ലാം സംരക്ഷിക്കണ്ടേ? അതിനുള്ള തയ്യാറെടുപ്പിലാണ്. അതിനായി അവരൊരു പ്ലാൻ ചെയ്യുന്നു. സ്റ്റേഡിയത്തിന് പുറത്താണെങ്കിലോ നമ്മുടെ സാങ്ങിന്റെ ഉത്തരവ് പ്രകാരം ആളുകളെല്ലാം ഒരു വലിയ ബോൺഫയർ നിർമ്മിക്കുന്ന തിരക്കിലാണ്. ഈ സമയത്ത് മറ്റൊരിടത്ത് നമ്മുടെ സർജന്റ് ഒരു വീൽ ബാരോയുമായി ഷെഡിന് സമീപം നിൽക്കുന്ന നമ്മുടെ ജീനയെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഐസൊലേഷൻ ഏരിയക്കുള്ള സാധനങ്ങളാണെന്നും അത് നിന്നോട് നോക്കാൻ വേണ്ടി അവർ പറഞ്ഞിട്ടുണ്ടെന്നും അയാൾ വെളിപ്പെടുത്തുന്നു. എന്നാൽ അത് നോക്കാൻ വേണ്ടി വന്ന നമ്മുടെ ജീനക്ക് സംഭവിച്ചതാണെങ്കിലോ ഇതും. അതെ, ഇതായിരുന്നു അവരുടെ പ്ലാൻ. എന്നാൽ എന്തിനായിരിക്കും? അത് നമുക്ക് വരുമ്പോൾ അറിയാം. സർജന്റ് പോയ പാടെ അവിടെ മറ്റൊരാൾ നിൽക്കുന്നതായും നമുക്ക് കാണാം. നമ്മുടെ യോങ്സു തന്നെ. തടവിലാക്കിയ റെഡിനെ രക്ഷപ്പെടുത്താനാണ് പുള്ളിക്കാരൻ വന്നത്. പിന്നീട് അവർ സംസാരിക്കാൻ വേണ്ടി തുടങ്ങി. അവൾക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും പോകണമായിരുന്നു. അവൻ ആ ലോ കഴിക്കാൻ വേണ്ടി പഠിച്ച പണി 18 നോക്കി. എന്നാൽ ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. ഇത് കണ്ട് നമ്മുടെ റെഡ് നിന്റെ ആഗ്രഹം താൻ സാധിച്ചു തരാമെന്ന് അവനോട് പറയുന്നു. നിന്നെ ഞാനൊരു മോൺസ്റ്റർ ആക്കി മാറ്റാം. അതെ, അവൻ അന്ന് പറഞ്ഞിരുന്നു തനിക്ക് ഒരു മോൺസ്റ്റർ ആയി മാറണം. അത് അപ്പോഴത്തെ സിറ്റുവേഷനിൽ പറഞ്ഞതാണെങ്കിലും നമ്മുടെ റെഡ് അത് കാര്യത്തിൽ എടുത്തിട്ടുണ്ട്. പിന്നീട് സംഭവിച്ചതാണെങ്കിലോ ഇതും. തുടർന്ന് അവൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയും സാധിക്കുന്നുണ്ട്. ഇതറിഞ്ഞ നമ്മുടെ സാങ് ഇപ്പോൾ ഒരുപാട് ദേഷ്യത്തിലാണ്. ലീഡർ പറയുന്നത് മെയിൻ ഗേറ്റിലൂടെ റെഡ് ഓടി പോകുന്ന സിഗ്നൽ എന്തായാലും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അവൾ ഇവിടെ തന്നെ ഉണ്ടാകും. എങ്ങനെയെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. എന്നാൽ എന്തൊക്കെ പറഞ്ഞിട്ടും നമ്മുടെ സാങ് ഇപ്പോൾ ഒരുപാട് വയലന്റ് ആണ്. ഒടുവിൽ അവരെ ഒന്ന് വാൺ ചെയ്താണ് പുള്ളിക്കാരൻ അവിടെ നിന്നും പോകുന്നത്. ഇതിനിടയിൽ യോങ്സുവിനെ കാണാതായെന്നറിഞ്ഞ് നമ്മുടെ അമ്മയും പിന്നെ യേസിലും അവനെയും തിരഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. എന്നാൽ എവിടെയും കാണാനില്ല. ആ സമയത്താണ് ഒരു അനൗൺസ്മെന്റ് കേൾക്കുന്നത്. എല്ലാവരും ഉടനെ തന്നെ സെൻട്രൽ സ്ക്വയറിലേക്ക് വരണം. അത് നമ്മുടെ സർജന്റിന് കൂടിയുള്ള ഉത്തരവായിരുന്നു. അയാൾ ഇപ്പോൾ ഉള്ളത് ലബോറട്ടറിയിലാണ്. അവിടെ നമ്മുടെ ലിമ്മുമുണ്ട്. പ്ലാൻ ചെയ്തതുപോലെ തന്നെ ജീനയെ കൊണ്ടുവന്ന് അവളുടെ വയറ് കീറി എന്തോ ഒന്ന് പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമത്തിലാണ് നമ്മുടെ ലിം. അത് കാരണമാണ് അവൾ ഇത്ര പവർഫുൾ എന്നും നമ്മുടെ ലിം വെളിപ്പെടുത്തി. എന്നാൽ ഇത് പെട്ടെന്ന് തന്നെ അവർക്ക് ചെയ്തെടുക്കണം. കാരണം ഇത് മറ്റെമ്മച്ചുകൾ എങ്ങാനും കണ്ടാൽ അവരുടെ കഥ കഴിഞ്ഞു. നല്ല കെയർഫുൾ ആയിട്ട് തന്നെയാണ് അവർ ഈ കാര്യം ചെയ്യുന്നത്. ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നതിനിടെ മറ്റൊരിടത്ത് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് നമ്മുടെ സാങ് അവരോട് ഒരു കാര്യം പറയുന്നു. ഇനി മുതൽ ഇൻഫെക്റ്റഡ് ആയ ആളുകൾക്ക് മെച്ചപ്പെട്ട ചികിത്സയുണ്ടാകും. മാത്രമല്ല 15 ദിവസത്തിനുള്ളിൽ ഇൻഫെക്റ്റഡ് ആയവരെ ഒരു MH ആക്കി മാറ്റാനും നമ്മുടെ സാങ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതോടെ അവർ ഒരുപാട് പവർഫുൾ ആയിരിക്കും. മാത്രമല്ല നമ്മുടെ റെഡിനെ കുറിച്ചും സാങ് പറയുന്നുണ്ട്. അവൾ എങ്ങോട്ടോ ഓടിപ്പോയി. ഒരു നോർമലായ മനുഷ്യനെ ഇൻഫെക്റ്റഡ് ആക്കാനുള്ള കഴിവ് അവൾക്കുണ്ട്. എന്നെ ഫോളോ ചെയ്യുന്ന ആർക്കും അവൾ ഒത്തിരി സഹായമായിരിക്കും. അതിനാൽ അവളെ ഉടനെ തന്നെ കണ്ടുപിടിക്കണം. ഇത് കേട്ടപാടെ നമ്മുടെ അമ്മയ്ക്കും യേസുലിനും കാര്യം പിടികിട്ടി. റെഡിന്റെ കൂടെയാണ് യോങ്സു എപ്പോഴും ഉണ്ടായിരുന്നത്. ഇവിടെയാണെങ്കിലോ നമ്മുടെ യുൻഹ്യോക്ക് മടങ്ങാൻ നിൽക്കുന്നു. ഹീറോയിനും ഒരുപാട് ദേഷ്യത്തിലാണ്. നീ ഒരു മനുഷ്യനല്ലെങ്കിലും നിന്റെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാകും. അവൾക്കും വിട്ടുകൊടുക്കാൻ മനസ്സില്ല. ഇവരിങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് അത് സംഭവിച്ചത്. ഇതും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്. അടുത്ത എപ്പിസോഡ് ഞങ്ങൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇനി വെറും 3 എപ്പിസോഡുകളേ ഉള്ളൂ. അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.